ഇന്നത്തെ കൗൺസിലിംഗ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. എനിക്കിപ്പോൾ ഏകദേശം 29 വയസ്സുണ്ട്. 2 ആഴ്ച മുമ്പ് ഒരു ട്രെയിൻ ട്രാവലിൽ എനിക്കുണ്ടായ അനുഭവം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കഥയായിട്ട് കണ്ട് രമ്യയുടെ ശബ്ദത്തിൽ തന്നെ എന്നെ കേൾക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം 5:30 മണി കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഓഫീസ് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നന്നായിട്ട് മഴയുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാഗിലുണ്ടായിരുന്ന കുടയെടുത്ത് പിടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1000-ഓളം ആൾക്കാരെ പ്ലാറ്റ്ഫോമിൽ നിരന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ. പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറിയ സമയത്ത് തന്നെ നല്ല തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടു. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് പിന്നെ തിരക്കിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ട്രെയിൻ വന്നതും ട്രെയിനിന്റെ ആ ഒരു വാതിലിനരികിൽ തന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചു. എന്റെ തൊട്ടടുത്തായിട്ട് ബംഗാളികളോ പിന്നെ മറ്റാരൊക്കെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. അത് കാരണം മറ്റൊന്നുമല്ലായിരുന്നു. അവർ ചവച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു സാധനത്തിന്റെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത് നല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഒരു മൂലയിൽ കൂടി തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ അകത്തേക്ക് കയറാനായിട്ട് ശ്രമിച്ചത്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗും പിടിച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് മാറി നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത്രയും നല്ല ഒരു തിക്കും തിലക്കും ഞാൻ അനുഭവിച്ചത്. ശരിക്കും ആ ഒരു പോക്കിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ശരിക്കും സ്തംഭിച്ചു പോയി. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തിയും തള്ളിയൊക്കെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ശ്വാസം വിടാൻ പോലും ഒരു പ്രയാസം പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ ഇടയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആ നിമിഷം ഉണ്ടാകുന്ന തള്ളുകൊണ്ട് എനിക്ക് തിരികെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ട്രെയിനിലുള്ള ഫാൻ കറങ്ങുന്നത് പോലുമില്ല. ഒടുവിൽ ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ ആ ഒരു സാരിയുടെ തുമ്പെടുത്തിട്ട് മെല്ലെ വീശാൻ തുടങ്ങി. അത് വെച്ച് ഞാൻ ഒന്ന് തലോടിയും അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കണക്ക് എനിക്കിങ്ങനെ തോന്നിപ്പോയി. മറ്റൊന്നും ആയിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈമുട്ട് ആരുടെയോ തോളിലൊക്കെ അങ്ങനെ സ്പർശിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആർക്കോ ഇടി കിട്ടിയതുപോലെ. ആ നിമിഷം തന്നെ ഞാനൊന്ന് പരിഭ്രമിച്ചുകൊണ്ട് എൻ്റെ ഉമ്മനീരൊന്ന് വിഴുങ്ങി കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് നോക്കി. പക്ഷേ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തും തൊട്ടടുത്ത് ആ ഒരു ടോയ്ലറ്റിന്റെ സൈഡിലും എല്ലായിടത്തും ബംഗാളികൾ ഇങ്ങനെ തിക്കി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒടുവിൽ എങ്ങനെയെങ്കിലും കുറച്ച് അല്പം മാറി നിന്ന് സ്ത്രീകൾ മാത്രമുള്ള ആ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ മെല്ലെ നടന്ന് അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെയും തിരക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ആ തിരക്കിങ്ങനെ കയറി വന്ന സമയത്ത് എനിക്ക് നല്ല ശ്വാസം മുട്ടൽ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി ജനലിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു. ആ സമയത്തായിരുന്നു എന്റെ തൊട്ടടുത്തായിട്ട് ഒരു പയ്യൻ നിൽക്കുന്നത് കണ്ടത്. ഏകദേശം ഒരു 27 വയസ്സ് തോന്നിക്കുമായിരിക്കും. ഒരു ബ്ലാക്ക് ഷർട്ടും പിന്നെ വൈറ്റ് പാന്റുമാണ് വേഷം. അത്യാവശ്യം എക്സിക്യൂട്ടീവായിട്ടൊരു ലുക്കാണ് കാണുന്നത്. ഒരു ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന കണക്ക് ഒരു ബാഗും കയ്യിലുണ്ട്. ആ ഒരു സമയത്ത് അടുത്ത് നിൽക്കുന്നത് അവൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് മൊത്തം സ്ത്രീകളും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടേക്ക് മാറിയിരിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ തിരക്കിലാണ് എനിക്കെന്ന് തോന്നിപ്പോയി. അങ്ങനെ അവനും ഞാനും നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു അകലം കുറഞ്ഞു വന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തോളോട് തോള് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ട്രെയിനിൽ നല്ല തിരക്കായത് കൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു ട്രെയിൻ പെട്ടെന്ന് ഒന്ന് ബ്രേക്കായത്. അത് എന്തോ ഒന്ന് ചാടിയതോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെ അവനൊന്ന് മുന്നോട്ട് ആഞ്ഞു. പെട്ടെന്ന് ആ ഒരു നിമിഷം ഞാൻ അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ അവന്റെ തല തീർച്ചയായും ആ ഒരു ബോഗിൽ ചെന്നിടിച്ചേനെ. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ തട്ടി തടഞ്ഞാണ് ആ നിമിഷം നിന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് അറിയാതെ മാഡം സോറി എന്ന് അവൻ പറയുകയുണ്ടായി. ആ സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷോക്ക് അടിച്ചതുപോലെ ആയിരുന്നു. കാരണം ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ആർക്കും തോന്നുക. പെട്ടെന്നുള്ള അവന്റെ ആ ഒരു ശബ്ദത്തിന്റെ വിറയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഗൗനിച്ചെടുത്തു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ ആ പുഞ്ചിരി കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവനും തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം എൻ്റെ അടുത്തായിട്ട് ചോദിച്ചു, എവിടെയാണ് മാഡം ഇറങ്ങുന്നത് എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ആ ഒരു സ്റ്റേഷനാണ് ഇന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അപ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് ഒരു മധ്യവയസ്കനായിരുന്നു ഇരിക്കുന്നത്. അയാൾ പത്രം വായിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കൂടെ നിന്ന പയ്യനും അത് തന്നെയായിരുന്നു ശ്രദ്ധിച്ചത്.
ഞാൻ ഒരു നിമിഷം ഒന്ന് നിശബ്ദമായി നിന്നു. അതിനുശേഷം ആ ഒരു പയ്യന്റെ അടുത്തായിട്ട് ഞാൻ ചോദിച്ചു, ഇയാൾ എവിടേക്കാണ് പോകുന്നത്? ആ, നേരത്തെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് അകലെയായിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന് മാത്രമായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. അപ്പോൾ ഒരു സംശയം എന്ന പോലെ ഞാൻ ചോദിച്ചു, ഏത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്? അപ്പോൾ അവൻ തന്നെ പറഞ്ഞു. അത് കേട്ട സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മറ്റൊന്നും ആയിരുന്നില്ല, എൻ്റെ വീടിനടുത്ത് ആ ഒരു ടൗണിൽ തന്നെ ഒരു ഹോസ്റ്റലും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ഓഫീസിന്റെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹോസ്റ്റലാണത്. ആൺപിള്ളേർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഹോസ്റ്റൽ. അവൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി. പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത്, എന്താ മാഡം ആലോചിക്കുന്നത്? അവിടെയാണോ ഇറങ്ങുന്നത്? ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഇറങ്ങുന്ന ആ ഒരു സ്റ്റേഷനിൽ തന്നെയാണ് ഞാനും ഇറങ്ങുന്നത്. എന്നെങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായി മാഡം. മറ്റൊന്നും ആയിരുന്നില്ല, എൻ്റെ കയ്യിൽ കുടയും കാര്യങ്ങളൊന്നുമില്ല. മാഡത്തിൻ്റെ ബാഗിൽ കുടയുടെ ആ കമ്പിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ഒരാശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രമായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിയും എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ശീലമാണ്. ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും കുടയിൽ കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ഞാൻ അടുപ്പിക്കുന്നത് പോലുമില്ല. അത് ചില സമയത്ത് എൻ്റെ ഒരു കാറ്റഗറി തന്നെയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചെക്കനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഒന്നും പറയാതെ ഇങ്ങനെ നിന്നു. ഒടുവിൽ അവൻ്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി മാത്രം പാസ്സാക്കിയിട്ട് ഞാൻ ആ ഒരു നിൽക്കുന്ന സമയത്ത് ആ ജനാലയിൽ കൂടി പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് എൻ്റെ കാലിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. ആ നിമിഷം ആരോ സ്പർശിക്കുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നിമിഷം തന്നെ ഒന്ന് താഴേക്ക് നോക്കിയപ്പോൾ അതൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ കാലിൽ എൻ്റെ സാരിയുടെ ആ ഒരു തുമ്പിൽ എന്തോ പിടിച്ചിങ്ങനെ കളിക്കുകയാണ്. ആ ടൈമിൽ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒന്ന് സാരി റെഡിയാക്കിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു, സാരി ഉടുത്തുകൊണ്ട് ഈ യാത്ര വെറും അലമ്പായി പോയെന്ന്. രാവിലെ തൊട്ടുള്ള അമ്മയുടെ ആ ഒരു നിർബന്ധപ്രകാരമാണ് സാരി ഉടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിറന്നാളും കൂടെ ആയതുകൊണ്ട് ആ ടൈമിൽ അമ്മ വാങ്ങിച്ചെന്ന സാരിയാണ് ഇന്ന് ഉടുത്തുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാൻ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സമയത്ത് ഈ സാരി ഉടുത്തുകൊണ്ട് ഇറങ്ങിയത്. ഇപ്പോൾ വല്ലാത്തൊരു തലവേദനയായിപ്പോയി ഈ ഒരു സാരിയുടെ കാര്യം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇത് വലിക്കല കേട്ടോ, സാരി ഇങ്ങനെ ഇതായിപ്പോവും. ഞാൻ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ റൂമിൽ സാരി ഒന്ന് റെഡിയാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ട്രെയിനിൽ കയറിയത്. അതിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇനി തിക്കും തിരക്കും കൊണ്ട് എനിക്ക് നല്ല പണി കിട്ടുമെന്നും അറിയായിരുന്നു. അതായിരുന്നു ഞാൻ നേരത്തെ തന്നെ ഈ ഒരു കാര്യം ചെയ്തത്. ഒരു നിമിഷം ആ കുട്ടി വലിച്ചു നീക്കിയ ആ ഒരു സാരി തുമ്പ് നേരെ റെഡിയാക്കിയതിനു ശേഷം കുനിഞ്ഞുകൊണ്ട് ചെയ്ത ഞാൻ നേരെ ഒന്ന് നിവർന്നിട്ട് അയാളെ ഒന്ന് നോക്കി. ആ നിമിഷം അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ച് ഇങ്ങനെ സാരി ചെയ്തു എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അപ്പൊ തന്നെ ആള് പറഞ്ഞു, അത് കുഴപ്പമില്ല, റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് ആളെന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം എന്ന പോലെ ഞാനും ഒന്ന് ചിരിച്ചു നീങ്ങി. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഒന്ന് നിർത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെന്നെ ഒന്ന് പിടിച്ചു നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ പുറത്തു നിന്ന് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും അകത്തേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു. ആ നിമിഷം എൻ്റെ കണ്ണൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത്രത്തോളം തിരക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇന്നൊരു വർക്കിംഗ് ഡേ ആണല്ലോ, എന്നിട്ട് പോലും ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഇതെന്തുകൊണ്ടാണ് വന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അത്രയും പേർ ഇടിച്ചു കയറുന്ന സമയത്ത് എനിക്ക് നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ചേച്ചിയെ ഒന്ന് മാറ്റി നിർത്തിയതിനു ശേഷം അകത്തേക്ക് കയറി നിന്നു. അപ്പോൾ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ആ ഒരു ജനലിന്റെ ആ ഒരു കമ്പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കയറുന്നത് കണ്ട സമയത്ത് തന്നെ ആളും എൻ്റെ ഒപ്പം കയറി. ഒന്ന് കയറി നിൽക്കണേ മാഡം, നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം ആ ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു ഉപകാരം എന്ന പോലെ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ച് നിന്നോളൂ, അതാവുമ്പോൾ നിങ്ങൾക്ക് നിൽക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യമാവും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇടി മൊത്തം നിങ്ങൾ കൊള്ളേണ്ടി വരും എന്ന് ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അത്രയും പേർ വന്ന് ചാടിക്കയറിയ സമയത്ത് നല്ല തിക്കും തിരക്കിലും പലതരത്തിലുള്ള ശ്വാസവും സ്മെല്ലും എല്ലാം ട്രെയിനകത്ത് അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കണക്ക് ചില അവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, മറ്റൊന്നും ആയിരുന്നില്ല.
ചില സമയത്ത് തല കറങ്ങുന്ന പോലൊക്കെ എനിക്ക് തോന്നിപ്പോകും. ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കയറിയ സമയത്ത് തന്നെ എനിക്ക് ആദ്യം അതാണ് തോന്നിയത്. പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലൊരവസ്ഥ. ആ നിമിഷം എനിക്ക് എന്തോ ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആദ്യം ആ ജനാലയിൽ മുറുകെ പിടിച്ചു. ശേഷം അടുത്തിരുന്ന ആളെ ഒന്ന് നോക്കി. അപ്പോൾ തന്നെ എന്റെ കണ്ണ് ഉരുണ്ട് കയറുന്ന കണക്ക് തോന്നിയായിരുന്നു. പെട്ടെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ നിവൃത്തിയൊന്നും തോന്നിയില്ല. ഞാൻ എന്റെ അടുത്ത് നിന്ന ആളുടെ ആ ഒരു കയ്യിലേക്ക് പിടിച്ചു. ആ സമയത്ത് തന്നെ ആൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മനസ്സിലായില്ല. ആളെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഴാതിരിക്കാനാണോ എന്താണെന്നറിയില്ല, ആള് എനിക്ക് കുറുകെയായിട്ട് കയറി നിന്നു. ആ നിമിഷം വീഴാതെ തന്നെ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ തലയിൽ കൈവച്ചിട്ട് അയാളോട് പറഞ്ഞു, എനിക്ക് ചെറിയ തലവേദനയുണ്ട്. ആ നിമിഷം അയാള് എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ വെള്ളം വല്ലതും വേണം മേഡം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും അയാളൊന്ന് നോക്കി. ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ പിടിച്ചിരുത്താനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ആ നിമിഷം എനിക്ക് അത് തന്നെ ഉറപ്പായിരുന്നു. ഒറ്റ മനുഷ്യന്മാരും എഴുന്നേക്കില്ല, കാരണം അവർക്ക് കിട്ടിയ സീറ്റാണല്ലോ. അത് എഴുന്നേറ്റ് തരാൻ ആരും തയ്യാറല്ലല്ലോ. പെട്ടെന്ന് അയാൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ബംഗാളി സ്ത്രീയോട് ചോദിച്ചു, അതെ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുക്കോ എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്. ആ ടൈമിൽ അവര് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്, കാരണം അവർ എഴുന്നേറ്റ് കൊടുക്കുന്ന ആ ഒരു ഭാവമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അത് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ആളുടെ മുഖത്തുനിന്ന് ഒരു നിരാശഭാവം എൻ്റെ മുഖത്തേക്ക് കാണിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാരമില്ല എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് കയറി നിന്നാൽ മതി, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് പിടിച്ചോളാം എന്ന് മാത്രം അയാൾ പറഞ്ഞു. അപ്പോൾ തന്നെ തീരെ വയ്യാതെ ഞാൻ അങ്ങോട്ട് കയറി നിന്നു. ആ നിമിഷം ആള് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് ആൾക്കാരുടെ ഒരു ഇടിയും തിരക്കും അകത്തേക്ക് ഇടിച്ചു കയറി വന്നു. ഒരു മധ്യവയസ്കന്മാര്, അവരായിരുന്നു ഭയങ്കര പ്രശ്നക്കാര്. ആ ടൈമിൽ എല്ലാവരും മാറി നിൽക്കുന്ന സമയത്ത് അയാള് കുറെ പേരായിട്ട് ഇങ്ങനെ ഇടിച്ചു കയറി അകത്തേക്ക് കയറി വന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല തിക്കും ഞെരുകും എല്ലാം ഉണ്ടായിരുന്നു. ആ നിമിഷം ആ ടൈമിൽ തന്നെ ഞാൻ ആളോട് പറഞ്ഞു, അതായത് ആ ഒരു മധ്യവയസ്കന്റെ അടുത്ത്, ഒന്ന് മാറി നിൽക്കണേ. അപ്പോൾ തന്നെ ആ ഒരു പയ്യൻ അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കുറേയധികം പരിശ്രമിച്ചിട്ടും ആ ഒരു ശ്രമം പാളിപ്പോയ സമയത്ത് എന്നെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി ആ ഒരാൾ, അതായത് ആ ഒരു പയ്യൻ അതിന് കുറുകെയായിട്ട് കയറി നിന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഞെരുക്കം മാത്രമേ അനുഭവപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ തലയിൽ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണ്, അതായത് ഫേസ് ടു ഫേസ് ആയിട്ട്. ഞാൻ ആ ഒരു മൂലയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും എന്തോ ഒരു താണും തടിയും എന്ന പോലെ തന്നെ ആ ഒരു മതിൽ പോലെയാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം പ്രഷറോ കാര്യങ്ങളോ ഒന്നും എനിക്കിങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എനിക്കെൻ്റെ തലവേദന അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. ഞാനിങ്ങനെ തലയിൽ പിടിച്ച് എന്തൊക്കെയോ തടവുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അത് കൂടെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധിച്ച് പെട്ടെന്ന് ഞാൻ തലയിൽ പിടിക്കുന്ന കണക്കിന് അവൻ ആ ഒരു കൈകൾ വെച്ചിട്ട് എന്തോ ഒന്ന് ചെയ്തു. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും അനുവാദം ചോദിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ തലയിൽ ആ ഒരു രണ്ട് സൈഡിലും പിടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കി. അപ്പോൾ തന്നെ എന്തോ ഒരു താൽക്കാലിക വേദന സുഖപ്പെട്ടതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അവൻ തന്നെ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, മാറുന്നുണ്ടെന്നാണ് തോന്നുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ ഫോർഹെഡിൽ ചെറിയ രീതിയിൽ എന്തോ ഒരു മസാജ് പോലെ, ഒരു തിരുമൽ പോലെ എന്തോ ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല, കാരണം എനിക്ക് നല്ല വേദനയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാണെങ്കിലും ശരി തന്നെ, എന്താണ് അവരെയൊക്കെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു നിന്നു. എനിക്ക് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ തോന്നിയില്ല, കാരണം ആ ഒരു ടൈമിൽ തന്നെ അത്രയും ചൂട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു തണുത്ത കയ്യിൽ കൊണ്ട് മസാജ് തലയിൽ കിട്ടുമ്പോൾ അതെന്തോ ഒരു സുഖം പോലെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും, ആ ഒരു ബംഗാളി സ്ത്രീയും എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്രയും പേരും എന്തോ ഒരു മോശം പോലെ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്തും എനിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല, മറ്റൊന്നും ആയിരുന്നില്ല. ഒരാൾക്ക് സുഖമില്ലാതെ നിൽക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. മറ്റുള്ള സ്ത്രീകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആ ഒരു കാര്യം കാണിച്ചില്ല. പക്ഷേ ഈ ഒരു യുവാവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
എനിക്ക് അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അങ്ങനെ നിന്നതും. ആ ടൈമിൽ തന്നെ അയാൾ നല്ല രീതിയിൽ എന്തോ ഒന്ന് ചെയ്തു തന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, മാഡം ഇപ്പോൾ ഓക്കെ ആയോ? ഞാൻ പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിന് ശേഷം ഞങ്ങൾ നല്ല കമ്പനിയായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് നോക്കി നോക്കിയാണ് യാത്ര ചെയ്തത്. ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എൻ്റെ കണ്ണി നോക്കി ഇങ്ങനെ നിന്നാൽ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവനൊരു നുള്ളു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അതെ, ഇങ്ങനെ മാഡം മാഡം എന്ന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. എൻ്റെ പേര് രമ്യ എന്നാണ്. തൻ്റെ പേര് എനിക്ക് അറിയില്ല, അതേതായാലും പറയണമെന്നില്ല, പക്ഷേ എൻ്റെ പേര് രമ്യ എന്ന് വിളിച്ചാൽ മതി എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. ആ സമയത്ത്, എന്നാ ഓക്കെ രമ്യ, ഇങ്ങനെ നോക്കി നിൽക്കി, അതാകുമ്പം എല്ലാ കാര്യങ്ങളും സെറ്റാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനോട് ഇങ്ങനെ കണ്ണി കണ്ണി നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണു വെട്ടിക്കാൻ നോക്കിയില്ല. അപ്പോൾ പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണു വെട്ടിച്ചിട്ട് ആ ഒരു ബംഗാളി സ്ത്രീയാണ് ആദ്യം നോക്കിയത്. അവരെന്തോ കൊന്തം കണ്ട കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് എനിക്കൊരു പുച്ഛഭാവമായിരുന്നു ആ മുഖത്തൊക്കെ നോക്കിയിട്ട്. പക്ഷേ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു കളിതമാശ പോലെ ഞാൻ എടുത്തു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഒരു ആണും പെണ്ണും കൂടെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ കണ്ണുകടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് ചില സമയത്ത് ഞാൻ കോളേജിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ട്രെയിനിൽ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉടുപ്പ് കുറച്ചിങ്ങോട്ട് മാറിയിരുന്നായിരുന്നു. അതൊന്ന് റെഡിയാക്കി തന്നു. ശേഷം ആ ഒരു സാരി എടുത്ത് ഒന്ന് കവർ ചെയ്ത് തന്നു. ആ ടൈമിൽ തന്നെ ഞാൻ അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് അവൻ എന്നെയും. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രെയിനകത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മഴത്തുള്ളികളൊക്കെ പുറത്തുനിന്ന് അടിച്ചു കയറുന്നുണ്ട്. അടുത്തിരുന്ന സ്ത്രീ പെട്ടെന്ന് ആ ഒരു ഷട്ടർ ഇട്ടു. ഞാൻ അതുവരെയും ആ ഒരു കമ്പിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഒരു ഷട്ടർ ഇട്ടതും പിന്നെ പിടിക്കാൻ സ്ഥലമില്ലാതായി. പെട്ടെന്ന് ഞാൻ ആ ഒരു വെപ്രാളത്തിൽ പിടിച്ചത് അവൻ്റെ കൈകളിലാണ്. അപ്പോൾ തന്നെ അവൻ എന്നെ താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്തും ഞാനും ഒരു പുഞ്ചിരിയായിട്ട് ഇങ്ങനെ നിന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ തെള്ളും കാര്യങ്ങളൊക്കെ വീണ്ടും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആരോടൊക്കെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് തെള്ളാതെ നിൽക്കേ, ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ അവരും അവിടുന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചേട്ടൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല ട്രെയിനും പിടിച്ചു പോ, അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടുന്ന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാനതെല്ലാം ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ കുറേ സമയം ഇങ്ങനെ നിന്ന സമയത്താണെങ്കിൽ എനിക്ക് കാലിന് നല്ല വേദന. എനിക്ക് കാലിന് വേദന എടുത്തിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ തന്നെയാണെങ്കിൽ അവനും കാല് കുറച്ച് മാറ്റി വെച്ച് തന്നു. ആ സമയത്ത് എനിക്ക് നിൽക്കാൻ നല്ല ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടി. പെട്ടെന്ന് ഒരു സ്ത്രീ, അതായത് അവിടെ ഇരുന്ന് ബംഗാളി സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന കണ്ടു. ആ സമയം തന്നെ അവനവിടെ കയറിയിരുന്നിട്ട് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. ഇങ്ങോട്ട് കയറിയിരുന്നോ രമ്യ എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ പിടിച്ചിരുത്തുന്നത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും കയറിയിരുന്നു. അങ്ങനെ ഒരാൾക്കിരിക്കുന്ന ആ ഒരു സീറ്റിൽ ഞങ്ങൾ രണ്ടുപേര് കയറിയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇരിക്കാനും മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്കാണെന്നുണ്ടെങ്കിലും കാലിന് നല്ല വേദനയുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയിരിക്കുകയും ചെയ്തു. ആ നിമിഷം ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആ ഒരു ആളിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവൻ പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് എന്തൊക്കെയാലും ഇവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ കുറയും, അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിടിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അങ്ങനെ സംഭവിച്ചു. ആൾക്കാർ താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി. ഇനി 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 സ്റ്റേഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേഷനായി. പിന്നെ അവൻ്റെ സ്റ്റേഷനും രണ്ടുപേരുടെയും ഒരേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അങ്ങനെ ആ 2 സ്റ്റേഷൻ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ബോഗിന്റെ വാതിൽ ഒരുമിച്ച് നിന്നു. അപ്പോൾ തന്നെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേര് ആൽബർട്ട് എന്നാണ് കേട്ടോ, ഞാനിവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ആ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ലേ, ആ എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് ആക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. വണ്ടിയുണ്ടോ കയ്യിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആ വണ്ടിയുണ്ട്, വണ്ടിയും കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പം തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ എന്തൊക്കെയാലും മാഡം വന്നത് നന്നായി. ഞാൻ പറഞ്ഞു, മാഡമല്ല രമ്യ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ വീണ്ടും നിർബന്ധിച്ച് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഇവരെന്താണ്, പരിചയക്കാരാണോ അതോ ഇനി അടുത്തറിയാവുന്ന ആൾക്കാരാണോ എന്താണ് എന്നൊക്കെ. ആ നിമിഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അല്ലേ അറിയൂ ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണെന്ന്. ആ ഒരു രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ ചാറ്റൽ മഴ പുറത്തുണ്ട്. അപ്പോൾ ആളുമായിട്ട് നടന്നു പോകുമ്പോൾ സംസാരിക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു 2 വീക്സിലെ കാര്യങ്ങളിൽ എനിക്ക് നല്ല ഒരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ ഈ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത്രയും തിക്കിയും തിരയും പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ശരിക്കും നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നന്നായിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ രമ്യയുടെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളും ഒരു കൗൺസിലിംഗ് സ്റ്റോറിയായിട്ട് ഞാനിങ്ങനെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം